ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ നല്ല അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ മെയ് 7 അല്ലേ 2023 നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും നമ്മളെ നീറ്റിൻ്റെ ഡ്രസ് കോഡ്. ഓക്കെ, അപ്പം നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ മുന്നത്ത് നടന്ന ഒരുപാട് കാര്യങ്ങളും ന്യൂസുകളൊക്കെ നിങ്ങളിങ്ങനെ ടെൻഷനാക്കി വെച്ചിട്ടുണ്ടാവും. ആൻഡ് അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇതിടാൻ പാടില്ല, അത് ഇടാൻ പാടില്ല, ഇതൊക്കെ കേട്ടിട്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് കേട്ട് നമ്മളുടെ ആങ്സൈറ്റി കുറച്ച് കൂടിയിട്ടുണ്ടാവില്ലേ. ഇതിട്ടാൽ പ്രശ്നമാവോ, അതിട്ടാൽ പ്രശ്നമാവോ, എങ്ങനെയാണ് ഈ ടെൻഷൻസ് ഒന്നും വേണ്ട. ശരിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എങ്ങനത്തെ ഡ്രസ്സ് ഇടണമെന്ന് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് സിമ്പിളായിട്ട് മിസ്സ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യുക. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ലൈറ്റ് കളേർഡ് ഡ്രസ്സ് ചൂസ് ചെയ്യുക. കഴിവതും എന്നല്ല പ്ലെയിൻ ആയിട്ടുള്ള. അപ്പോൾ മിസ്സിൻ്റെ ഈ ഡ്രസ്സിൽ നിങ്ങൾക്ക് ഫ്ലോറൽ വർക്ക്സോ എംബ്രോയ്ഡറി വർക്ക്സോ പ്രിൻറ്റഡോ ഒന്നുമില്ലല്ലോ. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റ് കളേർഡ് ഡ്രസ്സ് ചൂസ് ചെയ്യുക. ബോയ്സ് ആണെങ്കിൽ ഷർട്ട്സ് അല്ലെങ്കിൽ ഗേൾസ് ആണെങ്കിൽ ഇങ്ങനെ കോളേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഒഴിവാക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ എങ്ങനെ ഇടണം എന്ന് പറഞ്ഞാൽ ഒരു ടീഷർട്ട്, സിമ്പിളായിട്ടുള്ള ടീഷർട്ട്, പ്ലെയിൻ കളേർഡ് ആയിട്ടുള്ള വർക്ക്സ് ഒന്നും ഇല്ലാത്ത ടീഷർട്ട്സ് ഇടാം, അല്ലെങ്കിൽ ടോപ്സ് ഇടാം. ഓക്കെ, ആൻഡ് ഹാഫ് സ്ലീവ്സ് ആയിരിക്കണം, ഫുൾ സ്ലീവ് പറ്റില്ല. ഓക്കെ, ഹാഫ് സ്ലീവ്ഡ് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കണം. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും സ്ലീവ്ലെസ്സും പ്രശ്നമില്ല. ഓക്കെ, ഫുൾ സ്ലീവ് ആവാതിരുന്നു കഴിഞ്ഞാലും മതി. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പോക്കറ്റ്സ് ഉള്ള കാര്യങ്ങൾ. ഡ്രസ്സുകളാണെങ്കിൽ പോക്കറ്റ്സ് ഉള്ളത് ഒഴിവാക്കുക. പ്ലെയിൻ ആയിട്ട് ഇപ്പോൾ ഈ ഡ്രസ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതും ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ടീഷർട്ട് മതി. ഇനി പാൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള പാൻസ്. ഇപ്പോൾ നമുക്ക് ഗേൾസിനാണെങ്കിൽ നമ്മളുടെ പലാസോ പോലത്തെ പാൻസ്, ബോയ്സിനാണെങ്കിൽ ട്രാക്ക് സ്യൂട്ടൊക്കെ ധാരാളമാണ്. കൂടുതൽ പോയിൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഡ്രസ്സ് ചൂസ് ചെയ്യുക. ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇല്ലാത്തതാണ്. ഓക്കെ, പോക്കറ്റ്സ് ഇല്ലാത്ത ടൈറ്റ്സ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാതിരിക്കുക. ആൻഡ് ജീൻസ് കഴിവതും ഒഴിവാക്കുക. കാരണം ജീൻസിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റാലിക് ആയിട്ടുള്ള കാര്യം, ബട്ടൺസും സിബും ഒക്കെ വരും. അപ്പം മെറ്റാലിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാത്തതാണ്, നമ്മളുടെ ഡ്രസ്സിൽ ഇല്ലാത്തതാണ് നല്ലത്. അപ്പോൾ ജീൻസ് കഴിവതും ഒഴിവാക്കുക. ലെഗിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ താഴെ ഇങ്ങനെ കുറേ ചുരുക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ വരും, കുറച്ച് ടൈറ്റ് ഫിറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് ഒഴിവാക്കുക. ഓക്കെ, ആൻഡ് എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മളുടെ ബോഡിയിൽ ഒരു മെറ്റാലിക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഡ്രസ്സിൽ ചിലപ്പോൾ വലിയ ബട്ടൺസ് ഉണ്ടാവും. അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഡ്രസ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുക. പിന്നെ ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഗേൾസിനായാലും ബോയ്സിനായാലും ഇയറിങ്സോ റിങ്സോ നമ്മളുടെ ചെയിൻ, വാച്ച് അങ്ങനത്തെ ഒരു സംഭവങ്ങളും വേണ്ട. ഒരു സംഭവങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അതൊന്നും തന്നെ നമ്മളുടെ എക്സാം ഹാളിലേക്ക് അലൗഡ് അല്ല. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാൻഡൽസ് ചൂസ് ചെയ്യുമ്പം സാൻഡൽസിൻ്റെ കാര്യത്തിൽ ഹൈ ഹീൽസ് അലൗഡ് അല്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള സാൻഡൽസ് ചൂസ് ചെയ്യുക. ആൻഡ് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഷൂസ് അലൗഡ് അല്ല. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള സാൻഡൽസ് അലൗഡ് അല്ല. ഓപ്പൺ ടോഡ് ആയിട്ടുള്ള നമ്മളുടെ ടോ ഒക്കെ പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ചപ്പൽസ് ചൂസ് ചെയ്യുക. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡ്രസ് കോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അല്ലാതെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പിന്നെ ഗേൾസിനാണെങ്കിൽ ഇന്നർ വെയേഴ്സ്, ബ്രാസൊക്കെ മെറ്റാലിക് ഹൂക്കുള്ള ബ്രാ ആണെങ്കിൽ ഒഴിവാക്കുക. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഇപ്പോൾ പ്ലാസ്റ്റിക് ഹൂക്സ് ആണെങ്കിൽ അലൗഡ് ആണ്. അപ്പം ഈ ഹുക്ക് ഒരു പ്രശ്നമായിട്ട് വരണ്ട. സ്പോർട്സ് ബ്രാ ആണ് ഏറ്റവും നല്ലത്. സ്പോർട്സ് ബ്രാ നിങ്ങൾ ഇടുകയാണെങ്കിൽ അതിന് ഒരു ഹൂക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രിഫറബിളി സ്പോർട്സ് ബ്രാ വെച്ചാൽ ആ ഒരു ടെൻഷനും നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രസ് കോഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇതിനെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പ്ലെയിൻ ലൈറ്റ് കളേർഡ് ഹാഫ് സ്ലീവ്, കോളേഴ്സ് പറ്റില്ല. ഓക്കെ, മെറ്റാലിക് ആയിട്ടുള്ള ബട്ടൺസ് ഒന്നും വേണ്ട. പ്ലെയിൻ ആണെന്ന് പറയുമ്പോൾ അതിനകത്തൊന്നും ഇല്ലാത്തതാണ് നല്ലത്. ഇനി ഒന്നും വേണ്ട, ഒരു സിമ്പിൾ ടീഷർട്ടും ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഹാഫ് സ്ലീവ്ഡ് ആയിട്ടുള്ള ഒരു ടീഷർട്ടും ഒരു പലാസോ പാൻറ്റും ഇനഫ്. ബോയ്സിനാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടീഷർട്ടും ഒരു ട്രാക്ക് സ്യൂട്ടും ഇനഫ്, കഴിഞ്ഞു. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഡ്രസ്സ് ഇടാം. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ടുള്ളത് അപ്പോൾ കസ്റ്റമറി ഡ്രസ്സസിൻ്റെ കാര്യത്തിൽ എന്താണ്? ഇപ്പം നമുക്ക് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളനുസരിച്ച് കുറച്ച് മക്കൾക്ക് എന്താണ്, നമുക്ക് ഫുൾ സ്ലീവ് എന്തായാലും ഫുൾ സ്ലീവ് ഇട്ടേ പറ്റുള്ളൂ. ചില ആൾക്കാർക്ക് തട്ടം അതില്ലാതെ പറ്റില്ല മിസ്, അതുണ്ടെങ്കിലാണ് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ്, അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കന്യാസ്ത്രീകളായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്ലീവ് നിർബന്ധമാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മതപരമായിട്ട് നിങ്ങൾക്ക് കസ്റ്റമറി ഡ്രസ്സസ് വേണമെന്നുണ്ടെങ്കിൽ അത് അലൗഡ് ആണ്. പക്ഷേ ഇത്രയും
ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്ന എക്സാം ടൈമിന് മുമ്പ് കുറച്ച് നേരത്തെ ഒരു 1 hour 2 hour മുമ്പ് നിങ്ങൾ അവിടെ എത്തി നിങ്ങൾക്ക് അവർക്ക് നല്ല ചെക്കിംഗ് ഒക്കെ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കത് ധരിച്ചു പോകാം. നിങ്ങൾക്ക് അവരോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്കിത് നിർബന്ധമാണ്, ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്യും. പക്ഷേ നമ്മൾ എക്സാം ടൈമിൽ പോയി കഴിഞ്ഞാൽ ചെക്കിങ്ങിനൊക്കെ ആയിട്ട് കൂടുതൽ സമയം എടുക്കും, നമ്മൾ ടെൻഷനാകും, ആകെ കൂടെ നമ്മൾ ടെൻഷനാവും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് എന്താണ് ആ ഡ്രസ്സിലൂടെ നിങ്ങൾക്കത് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, മെറ്റാലിക് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും പാടില്ല. പിന്നെ ഗേൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുടി എങ്ങനെയാണ് കിട്ടേണ്ടത്, തലയിൽ യാതൊരു തരത്തിലുള്ള ക്ലിപ്സോ മെറ്റാലിക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും പറ്റില്ല. ഒരു സിമ്പിൾ, ഇപ്പോൾ മിസ് ഇവിടെ ഇട്ടപ്പോൾ തന്നെ മിസ് ഇവിടെ ഒരു കുഞ്ഞ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ക്ലിപ്സ് ഒന്നും പറ്റില്ല. സിമ്പിൾ ഒരു പോണി ടെയിൽ, ഒരു റബ്ബർ ബാൻഡ്, നമുക്ക് ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള റബ്ബർ ബാൻഡ് കിട്ടില്ലേ, ആ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒരു പോണി ടെയിൽ വെക്കുക. ഇങ്ങനെ ബണ്ണൊന്നും കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, സിമ്പിൾ ഒരു പോണി ടെയിൽ കെട്ടുക, അത്രയേ ഉള്ളൂ. ഓക്കെ, വേറെ ഒന്നും അലൗഡ് അല്ല. സിമ്പിൾ ഡ്രസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സിനെ കുറിച്ച് വേറെ ടെൻഷൻസ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നമ്മൾ ഡ്രസ് കോഡിനെ കുറിച്ചുള്ള ആ ടെൻഷൻസൊക്കെ മാറിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ജീൻസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞാൽ ബട്ടൺസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഡെനീം ഡ്രസ്സസ് അലൗഡ് അല്ല. ഡെനീമിൻ്റെ ഡ്രസ്സസ് ഉപയോഗിക്കുന്ന സമയത്ത് ഡെനീം ജാക്കറ്റ്സോ അങ്ങനത്തെ ടോപ്സോ ഉപയോഗിക്കുമ്പോൾ അതിൽ മെറ്റാലിക് ബട്ടൺസ് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ സിമ്പിൾ ഒരു കോട്ടൺ ആണെങ്കിൽ അത്രയും നല്ലത്, കാരണം ഇപ്പോൾ ചൂടൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇനഫ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡ്രസ് കോഡ്സിൻ്റെ കാര്യം. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ചരടുകൾ അങ്ങനത്തെ നിങ്ങൾക്ക് വിശ്വാസപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനത്തെ ചരടുകൾ, ബ്രേസ്ലെറ്റ്സ് പോലത്തെ സംഭവങ്ങളൊന്നും അലൗഡ് അല്ല. നമ്മളുടെ കഴുത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെയിൻസോ അതൊന്നും അലൗഡ് അല്ല. അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ ഷൂസ് പറഞ്ഞു, സാൻഡൽസിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഷൂസ് അലൗഡ് അല്ലാന്ന്. പക്ഷേ ചില കുട്ടികൾക്ക് എന്താണ്, ചില മക്കൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനത്തെ ഷൂസ് ടൈപ്പ് ഡ്രസ്സ് തന്നെ ചപ്പൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് നേരത്തെ അവിടെ പോയിട്ട് അവരെ ഇൻഫോം ചെയ്യണം, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചപ്പലേ പറ്റുള്ളൂ എന്നുള്ളത് അവരെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ലപോലെ എക്സാമൊക്കെ എഴുതാനൊക്കെ പറ്റും. അപ്പോൾ ഡ്രസ് കോഡിൻ്റെ കാര്യം ആലോചിച്ച് കൂടുതൽ ടെൻഷൻ ആവാതിരിക്കുക, അതിനെക്കുറിച്ച് ചിന്തിച്ച് ടൈം കളയാതിരിക്കുക. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് വളരെ നന്നായിട്ട് നമ്മളെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനത്തെ ടെൻഷൻസൊക്കെ ഒഴിവാക്കുക. സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇടുക, പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഹാഫ് സ്ലീവ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യുക. നെക്കുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക. ഓക്കെ, മെറ്റാലിക് ആയിട്ടുള്ള ബട്ടൺസ് ഉള്ളത് ഒഴിവാക്കുക, പ്രിൻറ്റഡ് ആയിട്ടുള്ളത് ഒഴിവാക്കുക. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡ്രസ് കോഡിനെ കുറിച്ച് പറയാൻ. കസ്റ്റമറി ഡ്രസ്സസ് അലൗഡ് ആണ്, പക്ഷേ കുറച്ച് നേരത്തെ പോയിട്ട് അവരുടെ ചെക്കിങ്ങും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, ടെൻഷൻസൊക്കെ മാറ്റി വളരെ കൂളായിട്ട് പ്രിപ്പറേഷൻസൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ ഈ എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയറായി മനസ്സിലായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മിസ്സിനെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ആ കാര്യത്തിൽ ഒരു ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.